മുംബൈയിൽ നിന്നൊരു കപ്പൽ കയറുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. അത് കൃത്യമായി പറയേണ്ട സന്ദർഭവും സാഹചര്യവുമാണ് നമ്മുടെ ലോകം. ആ മനുഷ്യനൊരു തുർക്കി തൊപ്പി ഉണ്ടായിരുന്നു, താടിയുണ്ടായിരുന്നു, ഹാഫിളായിരുന്നു, മതപണ്ഡിതനായിരുന്നു. ബീഗം ആബിദ തൻ്റെ പോക്കറ്റിൽ നിന്ന്, പർദ്ദയുടെ പോക്കറ്റിൽ നിന്ന് ഒരു തൂവാലയെടുത്ത് മകന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇത് നീ എൻ്റെ കുർത്തയിൽ വെക്ക്, നിന്റെ ഈ ഷെൽവാറിൽ ഇത് വെക്ക്. നിനക്കെപ്പോഴെങ്കിലും നിന്റെ മതത്തിൻ്റെ ആദർശബോധത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പുതിയ ലോകം നിനക്ക് വലിയ സന്ദേശം നൽകുകയാണെങ്കിൽ ഇതൊന്ന് നിന്റെ നാസ്വാദാരങ്ങളിൽ വെച്ച് നോക്ക്. എത്രയോ പാതിരാത്രികളിൽ നിന്റെ ഉമ്മ കരഞ്ഞ കണ്ണീരിന്റെ ഉപ്പുരസം ഈ തൂവാലയിലുണ്ട്. ആ മകൻ കപ്പൽ കയറി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബാരിസ്റ്റർ ബിരുദത്തിന് വേണ്ടിയിട്ടാണ്, അഡ്വക്കേറ്റിന് വേണ്ടി പഠിക്കാനാണ്. 4.5 കൊല്ലക്കാലം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോ അക്കാഡമിയിൽ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് പിന്നെ യങ് ഇന്ത്യയിൽ എഴുതുകയുണ്ടായി. 2.5 മണി നേരത്തിൽ ലണ്ടനിലെ മരം കോച്ചുന്ന തണുപ്പിൽ ആ മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന്. അദ്ദേഹം ലോ ബിരുദം കിട്ടി ഇന്ത്യയിൽ വരുമ്പോ ഗാന്ധിജി അടക്കമുള്ള സമരസഖാക്കള് ജയിലിലാണ്. വാദിച്ച് പിന്നോട്ട് കൊണ്ടുവരാൻ, ജയിൽ മോചിതരാക്കാൻ വല്ലഭായി പട്ടേലില്ല, ബാലകൃഷ്ണ ഗോഖലെ ഇല്ല. ആ മനുഷ്യന്മാർക്ക് വേണ്ടി വാദിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന ഖുർആൻ പഠിച്ച ആദർശബോധമുള്ള മതപണ്ഡിതനാണ്.